ഇതാണ് അസോള. അപ്പോൾ അസോള എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്തിട്ട് വളരെ ഒരു നിത്യഹരിത പായലാണ് ഈ അസോള എന്ന് പറയണത്. കോഴി, ആട്, താറാവ്, പശു, പോത്ത് ഒക്കെ ഉള്ളവർക്ക് നിർബന്ധമായിട്ടും, മത്സ്യം ഒക്കെ ഉള്ളവർക്ക് നിർബന്ധമായിട്ടും വളർത്തേണ്ട ഒന്നാണ് അസോള. എന്നുവെച്ചാൽ നമുക്ക് തീറ്റ ചെലവ് പകുതിയായിട്ട് കുറക്കാൻ പറ്റും. പിന്നെ നമുക്ക് വലിയ പരിചരണമൊന്നും വേണ്ടാണ്ട് വളർത്താൻ പറ്റണതാണ് അസോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കൃഷി ചെയ്യാനും, ഇപ്പം നമുക്ക് കൃഷി ചെയ്യാനും നമുക്ക് പകുതി വളത്തിൻ്റെ ഇത് നമുക്ക് കുറക്കാം ചിലവ് ഈ അസോള വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമുക്കും തോരനൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയതാണ് അസോള. ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ് അസോളയിൽ. അപ്പോൾ അസോള കണ്ട ഇതേപോലെയാണ് അസോള ഇരിക്കണത്. കണ്ട ഇതേപോലെയാണ് അസോള ഇരിക്കണത്. ഞാനിപ്പോൾ ഇതിൽ അസോള ഇട്ടിട്ടുണ്ട് ഈ ടാങ്കിൽ. പിന്നെ ആമ്പൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ഗപ്പി ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് യാതൊരു ചിലവുമില്ല. നമുക്ക് ഇപ്പോൾ ആദ്യം നമ്മൾ അസോള ഇടുമ്പോൾ അസോള തന്നെയാണ് അസോളയുടെ വിത്ത്. ഇപ്പം എല്ലാവരും എന്നോട് അസോളയുടെ വിത്ത് ഞാൻ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അസോള തന്നെയാണ് ഈ അസോളയുടെ വിത്ത് എന്ന് പറയണത്. നമുക്കിപ്പോൾ ഇത് നമുക്ക് വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പോട്ടുകളിൽ കണ്ട ഇതേപോലെ നമുക്ക് ചെറിയ ബേസിനൊക്കെ ഉണ്ടെങ്കിൽ ഈ ബേസിലൊക്കെ നമുക്ക് വളർത്താം. അപ്പോൾ ബേസിലിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചച്ചാണകം ഉണ്ടെങ്കിൽ പച്ചച്ചാണകം കലക്കി ഒഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ രാജ്യഫോസ് മേടിക്കാൻ കിട്ടും. രാജ്യഫോസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളം നിറച്ചിട്ടിട്ട് 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ അസോള നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇപ്പം നമുക്കിപ്പോൾ ഇത്ര ഉള്ളൊരു ഡ്രമ്മിൽ നമുക്ക് 2 പിടി അസോള ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഡ്രമ്മ് നിറച്ച് അസോള കിട്ടും. പിന്നെ നമുക്ക് ഒന്നരാടം നമുക്ക് അസോള ഇതിൽ നിന്ന് നമുക്ക് എടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് കോഴികൾക്കും മീനിനും എല്ലാവർക്കും ഇട്ട് കൊടുക്കാൻ പറ്റിയതാണ്. പിന്നെ അസോള വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം അസോള വളർത്താൻ വേണ്ടി തിരഞ്ഞെടുക്കണത്. നമുക്ക് ചെറിയ ബേസനോ ഇതേപോലത്തെ ഇതല്ലെങ്കിൽ നമുക്ക് ഷീറ്റ് ഇട്ടിട്ട് നമുക്ക് അസോള വളർത്താട്ടാ. ഷീറ്റ് ഇട്ട് അധികം ആഴ്ച വേണ്ട അസോള ഈ വളർത്തണ ഈ സ്ഥലത്തിനൊന്നും. അപ്പോൾ നമുക്ക് അങ്ങനെയും അസോള വളർത്താം. അപ്പോൾ കണ്ട അസോള നമുക്കൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതേപോലെയാണ് നമ്മൾ അസോള എടുക്കണത്. എന്നിട്ട് നമുക്ക് കോഴികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം, മീനിന് തീറ്റ ഇട്ട് കൊടുക്കാം. പിന്നെ പശു, ആട്, താറാവ് എല്ലാവർക്കും തീറ്റയായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കോഴിനെയും ആടിനെയും ഒക്കെ വളർത്തണവരെന്തായാലും ഒരു ബഡൊക്കെ ഇട്ടിട്ട് നമ്മൾ അസോളയും കൂടെ വളർത്തണം. അപ്പോൾ നമുക്ക് തീറ്റ ചിലവൊക്കെ നമുക്ക് വളരെയധികം കുറക്കാനും പറ്റും. നല്ല പ്രോട്ടീന് അടങ്ങിയിട്ടുള്ള ഫുഡ് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തല്ല 2 ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും ഇത് നിറഞ്ഞിട്ടുണ്ടാവും. നമ്മിത് എടുത്തില്ല എങ്കിൽ നമുക്ക് എടുത്ത് ഇനി നമുക്ക് കോഴിയും താറാവും ഒന്നുമില്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് ചെടികൾക്ക് വളമിട്ടിടാം. ചെടികൾക്ക് വളമിട്ടിട്ട് കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ കൃഷി ചെയ്യണവരൊക്കെ അസോളയും കൂടെ വളർത്തിക്കും. നമുക്ക് ഒരു പ്രയാസമില്ല അസോള വളർത്താനായിട്ട്. കണ്ട ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് കോഴിനെയൊക്കെ വളർത്തണവർക്ക് ചെറിയൊരു പാത്രത്തിൽ അസോള വളർത്തിയാൽ പോരെ. അസോള നമുക്ക് തീറ്റയെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിനിപ്പോൾ തനിയായാലും കോഴികൾ തിന്നുമ്പോൾ പച്ചിലകളൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഇതേപോലെ നമുക്ക് വെറുതെ വെച്ചു കൊടുത്താലും മതി കോഴികൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും അസോളയൊക്കെ വളർത്തണം. അസോള വളർത്താൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും വേണ്ട. ടെറസിൽ ഇപ്പോൾ കൃഷി ചെയ്യണവർക്ക് ടെറസിൽ വല്ല ചെറിയ പോട്ടിലൊക്കെ നമുക്ക് അസോള വളർത്താം. അതേപോലെ താഴെ മണ്ണിൽ സ്ഥലമുള്ളവർക്ക് നമുക്ക് പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ പോണ്ടിൽ ഇട്ട് കൊടുക്കാട്ടെ. ചെറിയ പോണ്ടിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും അസോളയുടെ വിത്തൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. എല്ലാവരും അസോളയൊക്കെ വീട്ടിൽ വളർത്തണം. അപ്പോൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.